റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM-നെ പഴിച്ച് CPI. ആശാസമരത്തിലും PM-ശ്രീ പദ്ധതിയിലും സർക്കാരിന് തെറ്റുപറ്റിയെന്ന് ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആശയങ്ങൾക്കപ്പുറം വ്യക്തികളെ ഉയർത്തിക്കാട്ടിയത് തിരിച്ചടിയായെന്ന് പിണറായി വിജയനും ബിനോയ് വിശ്വത്തിന്റെ ഒളിയമ്പ്. വ്യക്തിയല്ല, ആശയമാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. താൻ പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് ബിനോയ് വിശ്വം. LDF സർക്കാരിന് ഇടതുപക്ഷ നയവ്യതിയാനമുണ്ടോ എന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബുവും തുറന്നടിച്ചു. ആശാസമരത്തിനുള്ള അപ്രോച്ചിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ LDF ഗവൺമെൻറ് കാണിക്കേണ്ടുന്ന ഒരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഒരിക്കലും കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ PM-ശ്രീ പോലെ ഒന്നിനെ പങ്കാളിയാകാൻ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ് ആയിട്ടുള്ള കേരള ഗവൺമെൻറ് പോയിക്കൂടാ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഇടതുപക്ഷ മുന്നണിക്കും വ്യക്തിയല്ല വലുത്, ആശയങ്ങളാണ്. ആശയത്തിൻ്റെ വ്യത്യാസമാണ് LDF-ന്റെ വ്യത്യാസം. അത് LDF മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആശയങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തികളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അപ്രോച്ചല്ല എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമാകും. അല്ലെ, LDF-ന്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരവേലയിൽ സംഭവിച്ചിട്ടുള്ള അത്തരം പാളിച്ചകളെ പറ്റി LDF പരിശോധിക്കാൻ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ചില പോരായ്മകൾ വന്നിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. PM-ശ്രീ പദ്ധതിയൊക്കെ ആ നിലയിൽ കാണാവുന്നതുമാണ്. PM-ശ്രീ മാത്രമല്ല, ഇടതുപക്ഷ നയത്തിൽ നിന്ന് വന്നിട്ടുള്ള വ്യതിയാനം അത് ഇടതുപക്ഷ മാസിനെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതൊരു കാരണം തന്നെയാണ്. ഭരണനേട്ടം കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല. ആശാസമരത്തിൽ ഒരു പരിഗണന കൊടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ആശാസമരത്തോടെ മുഖം തിരിച്ചു നിന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഗവൺമെന്റിന് അതിൽ ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അതിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ PM-ശ്രീ അടക്കമുള്ള പദ്ധതിയിൽ CPI വലിയ വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചതാണ്. പരാജയം സംഭവിച്ചപ്പോൾ ആ സ്വരം കടുപ്പിക്കുന്നു. ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ഒളിയമ്പ് കൂടി ഉണ്ട് എന്നതാണ്. ആശയങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തികളെ ഉയർത്തിപ്പിടിച്ച് അല്ല പ്രചരണം നടത്തേണ്ടത്, തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന് ബിനോയ് വിശ്വം ആവർത്തിച്ചു പറയുകയാണ്. LDF-ലെ ഇത്തരം പ്രചരണത്തിലെ പാളിച്ചകൾ പരിശോധിക്കും എന്നുകൂടി CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറയുന്നു. വ്യക്തിയല്ല, ആശയമാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ടത് എന്ന് പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് CPI എന്നത് വ്യക്തമാണ്. മറ്റൊന്ന്, സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം, ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ മാറിയിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നോ എന്ന കാര്യം കൂടി പരിശോധിക്കും. ആ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്ന് പറയുന്നുണ്ട്. തെറ്റുകൾ മുഴുവൻ തിരുത്തി മുന്നേറാനുള്ള ആർജവും CPI-ക്കുണ്ട്. പലയിടത്തും പറ്റുന്ന പരമാവധി സ്ഥലങ്ങളിൽ സർക്കാരിനെ തിരുത്തുന്ന നിലപാട് തന്നെയാണ് CPI സ്വീകരിച്ചത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അജിത് കുമാറിനെ മാറ്റുന്നതടക്കം ADGP അജിത് കുമാറിനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ, PM-ശ്രീ അടക്കമുള്ള കാര്യങ്ങളിൽ പരമാവധി തെറ്റുതിരുത്തൽ നടപടികളുമായി CPI മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആശാസമരത്തിൽ തെറ്റ് പറ്റി എന്ന് രണ്ട് നേതാക്കളും, ബിനോയ് വിശ്വവും ഒപ്പം കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K. പ്രകാശ് ബാബുവും, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു എന്നുള്ളതാണ്. ആശാസമരത്തിൽ ഇടതുപക്ഷ സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കൃത്യം നിലപാട് വ്യക്തമാക്കുന്നു. ഒരു സാഹചര്യത്തിലും PM-ശ്രീയിൽ പങ്കാളിയാകാൻ പാടില്ലായിരുന്നു. ഇടതുപക്ഷ നയവ്യതിയാനം തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് എന്ന് CPI വിശ്വസിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, വിമർശനങ്ങളുണ്ടായിരുന്നു. CPI സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്നും ബിനോയ് വിശ്വം മാറും എന്ന രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൃത്യമാണ്. പരാജയങ്ങൾക്ക് പിന്നാലെ നേതൃമാറ്റം CPI-ൽ ഇല്ല എന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ പാലോട് വിവരങ്ങൾ നൽകിയത്.